ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ 2 ചാനലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. സരിക FM, ആസ്വദിക്കാം ഇനി ഓരോ നിമിഷവും. താങ്ക് യു. ഞാനൊരു പ്രവാസിയാണ്. നാട്ടിലേക്ക് പോകാൻ വേണ്ടി പെട്ടിയൊരുക്കി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 2 മാസമായി. കഴിഞ്ഞ ശനിയാഴ്ച മടങ്ങാമെന്ന് കരുതിയതായിരുന്നു. അപ്പോഴതാ ഇടുത്തി പോലെ കേന്ദ്ര സർക്കാരിന്റെ പുതിയ തീരുമാനം. എന്റെ കയ്യിൽ 1 ദിർഹം പോലും ബാക്കിയില്ല. സുഹൃത്തുക്കളുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ഇവിടം വരെ എത്തിയത്. അവർക്ക് എന്നെ പോലെ ജോലി നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും കിട്ടുന്ന ശമ്പളം പകുതിയായി കുറഞ്ഞു. ഇന്നലെ എന്റെ ഭാര്യ വിളിച്ചിരുന്നു. അവൾ ആകെ സങ്കടത്തിലാണ്. അച്ഛൻ ഇന്നലെ വരുമെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ എന്ന് എന്റെ പൊന്നുമോൾ കൂടെ കൂടെ ചോദിക്കുന്നുവത്രേ. അവൾ ഞാൻ വരുന്നതും കാത്ത് മുറ്റത്ത് നിൽക്കുകയാണത്രേ. റോഡിലൂടെ പോകുന്ന ഓരോ വണ്ടിയിലും അവൾ പ്രതീക്ഷകളോടെ കണ്ണുകൾ ഓടിക്കും. പിന്നെ നിരാശ നിറഞ്ഞ മുഖഭാവത്തോടെ പൂമുഖപ്പടിയിൽ തലകുമ്പിട്ടിരിക്കും. കോവിഡ് കാരണം മരിക്കുമെന്ന പേടി ഇപ്പോൾ തീരെയില്ല. 2 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഉൾപ്പെടെ എൻ്റെ റൂമിലുള്ള എല്ലാവരും പനിയും ചുമയുമായി കിടപ്പിലായിരുന്നു. ഒരാൾക്ക് മാത്രമേ ടെസ്റ്റ് നടത്തിയിരുന്നുള്ളൂ. അതാണെങ്കിൽ പോസിറ്റീവ് റിസൾട്ടും. പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എൻ്റെ ഹൃദയത്തെക്കുറിച്ച് ഓർത്ത് മാത്രമാണ് എനിക്കിപ്പോൾ പേടി. മാനസിക സമ്മർദ്ദം താങ്ങാവുന്നതിലും അപ്പുറമാകുമ്പോൾ ഹൃദയം പൊട്ടിമരിച്ച വിദേശ മലയാളികളുടെ എണ്ണം കേരളത്തിലെ മൊത്തം കോവിഡ് മരണത്തെക്കാൾ എത്രയോ ഇരട്ടിയാണ്. ഈ കോവിഡ് ബാധിച്ചു മരിച്ച പ്രവാസികളുടെ കണക്കെടുത്താലും അതങ്ങനെ തന്നെ. ഇന്നലെ മാത്രം 8 മലയാളികളാണ് ഇവിടെ മരിച്ചത്. നീ നാട്ടിൽ പോയാലും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഇവിടെ നിൽക്ക്. കോവിഡിന് മാത്രം പേടിച്ചാൽ മതി. അവിടെ നിനക്ക് നാട്ടുകാരെയും കുടുംബക്കാരെയും അയൽവാസിയെയും ഒക്കെ പേടിക്കണം. ഇപ്പോ നമ്മൾ അവർക്കെല്ലാം ശത്രുക്കളാണ്. ഇത് എന്റെ റൂംമേറ്റിന്റെ അഭിപ്രായമാണ്. ഒന്നാലോചിച്ചാൽ അവൻ പറഞ്ഞതും ശരിയാണ്. ഇന്നലെ വരെ നമ്മുടെ മിത്രങ്ങളായിരുന്നവർ പെട്ടെന്നൊരിക്കൽ ശത്രുവിനെ പോലെ പെരുമാറുന്നത് ആർക്കാണ് സഹിക്കാനാവുക? എന്നിട്ടും ഞാൻ നാട്ടിൽ പോകാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ നാട്ടിൽ പോകാൻ കൊതിക്കുന്നതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. അതൊരു സർക്കാരിനോ കേരളത്തിലെ ജനങ്ങൾക്കോ മനസ്സിലാവില്ല. ഞാൻ ഇവിടെ കിടന്ന് മരിച്ചുപോയാൽ എൻ്റെ മൃതദേഹം മാസങ്ങളോളം മോർച്ചറിയിൽ കിടന്നേക്കാം. കോവിഡ് ബാധ സ്ഥിരീകരിച്ചിട്ടാണ് മരിക്കുന്നതെങ്കിലോ ആരും അനുഗമിക്കാനില്ലാതെ ഏതെങ്കിലും ശ്മശാനത്തിൽ ഖബറടക്കത്തിന് ശേഷം അവർ തന്നെ തിരിച്ചു മടങ്ങും. പിന്നീട് ഞാൻ വിശ്രമിക്കുന്ന ഇടം ഒരിക്കലെങ്കിലും സന്ദർശിക്കാൻ എൻ്റെ മക്കൾക്ക് പോലും സാധിക്കണമെന്നില്ല. ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. മനസ്സൊന്ന് തണുപ്പിക്കാൻ വേണ്ടി ഫേസ്ബുക്ക് ഓണാക്കിയപ്പോൾ കാണുന്നതാകട്ടെ നാട്ടിലുള്ള സകല കേസിന്റെയും ഉത്തരവാദിത്വം പ്രവാസികളുടെ തലയിൽ ഇട്ട് സായുജ്യമണിയുന്ന ചില മനോരോഗികളും. അതെ, ഈ ഘട്ടം മറികടക്കുന്നത് ഏറെ പ്രയാസകരമാണ്. പക്ഷേ ഞങ്ങളിത് മറികടക്കും, നിങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ മാത്രം. ഇതെന്റെ അനുഭവക്കുറിപ്പല്ല കേട്ടോ, പക്ഷേ ഗൾഫിലുള്ള മിക്ക പ്രവാസികളുടെയും മനസ്സിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങളാണ്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ 2 ചാനലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. സരിക FM, ആസ്വദിക്കാം ഇനി ഓരോ നിമിഷവും. താങ്ക് യു.